കടലെടുക്ക് ഇറാൻ അടച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നു. റഷ്യയും ചൈനയും കളത്തിലിറങ്ങുന്നു എന്ന് പറയുന്നു. വളരെ നിർണായകമായ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. റഷ്യയും ചൈനയും കൂടി ഇറങ്ങുമ്പോൾ ഇറാനോടൊപ്പം നിൽക്കുമ്പോൾ അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ വെല്ലുവിളിയാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനിയാണ് കഥയുടെ തുടക്കം എന്ന് പറയും. ഇനിയാണ് കഥ തുടങ്ങുന്നത്. അതായത് ഈ ഹോർമൂസ് കടലെടുക്ക്, ചാബഹാർ തുറമുഖം ഒക്കെ ഇറാൻ അടച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, അത് ആഗോള പ്രതിസന്ധിയിലേക്ക് ലോകം മാറാനുള്ള ഒരു സാധ്യതയല്ലേ കാണാൻ? ആഗോള പ്രതിസന്ധിയിലേക്ക് ലോകം മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ മാറും. കാരണം യുദ്ധം മൊത്തത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പം തന്നെ നമുക്ക് ഇപ്പം നമ്മളുടെ രാജ്യത്ത് അതിൻ്റെ ഒരു എഫക്റ്റ് വന്നു തുടങ്ങിയല്ലോ. സാധാരണക്കാരന് അത് ബോധ്യം വരുന്ന രീതി ഗ്യാസിന് വില കൂടി, ഗ്യാസ് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി, ഗ്യാസ് പമ്പുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പം ഹോർമൂസ് കടലെടുക്ക് എന്തുകൊണ്ടും തടയുമ്പം അവിടെ കൂടെയുള്ള ചരക്ക് നീക്കം 28%, നമ്മുടെ 50% പുറത്ത്, ബാക്കിയുള്ളത് 28% ചരക്ക് നീക്കമുണ്ട്. അപ്പം അത് മൊത്തത്തിൽ ബാധിക്കും. ഇതിനകത്ത് അത് ആ കടലെടുക്ക് ഇറാന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അതിനകത്ത് ബഹുഭൂരിപക്ഷം, അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലാണ് ഭൂരിപക്ഷം പ്രദേശവും. അപ്പം ഇത് ഒരു ലക്ഷ്യം, അമേരിക്കയുടെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ കടലെടുക്കിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാക്കിക്കൊണ്ട് ആ പ്രദേശത്ത് ഇതുവരെ ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇതുവരെ ആ പ്രദേശത്തുള്ള ഇടപെടലിനകത്ത് കുറവുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊരു മാറ്റം വരുത്തുന്നതിനും ആ പ്രദേശവും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ കൂടി കൊണ്ടുപോകുന്നതിനും വേണ്ടിയുള്ളൊരു ശ്രമവും യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ യുദ്ധം കൊണ്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ എത്രത്തോളം അത് പ്രാവർത്തികമാകും? കാരണം ആ പ്രദേശം അമേരിക്കയുടെ കയ്യിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലായാൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഒന്ന് ചൈനയാണ്, രണ്ട് ഇറാനെയാണ്, പിന്നെ ഈ അവിടുത്തെ വ്യാപാരത്തെയും, അല്ലെങ്കിൽ ഈ പറഞ്ഞ തുറമുഖം ഉണ്ടല്ലോ, നമ്മുടെ ചാബഹാർ തുറമുഖം, അപ്പം നമ്മളുടെ ചില നീക്കുപോക്കുകളെ എല്ലാം ബാധിക്കും. അപ്പം അതിന് ഇന്ത്യയും റഷ്യയും അമേരിക്കയും പൂർണ്ണമായിട്ട് അങ്ങ് നിന്നുകൊടുക്കുന്ന ഒരവസ്ഥയില്ല. ജിയോ പൊളിറ്റിക്സിൽ ഈ ഹോർമൂസ് കടലെടുക്ക് അമേരിക്കയുടെ കയ്യിൽ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നാളെക്കാലത്തെ യുദ്ധത്തോടു കൂടി ആയിക്കഴിഞ്ഞാൽ, ഈ 3 രാജ്യങ്ങൾ, പ്രധാനമായിട്ട് 3 രാജ്യങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതിനകത്ത് അതിനനുവദിക്കുന്നൊരവസ്ഥയില്ല. അതുകൊണ്ട് ഇന്നലെ പുടിൻ വിളിച്ചിട്ട് സംസാരിച്ചു എന്ന് പറയുന്ന വാർത്തയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കടലെടുക്കിൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ എണ്ണ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഇപ്പം പരസ്പരം ഈ രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണല്ലോ, ആ രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ നോക്കും ഏതറ്റം വരെ. അതിനകത്ത് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ നോക്കും. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ നോക്കുന്നതിനകത്ത് GCC രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത് നമ്മൾ നോക്കുമ്പം ഇപ്പം അവർ അറ്റാക്ക് ചെയ്യുന്ന എണ്ണപ്പാടങ്ങളെയല്ലേ, തിരിച്ച് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നത് ഇവിടുത്തെ എണ്ണപ്പാടങ്ങളെ, അവരുടെയും സാമ്പത്തികം. അപ്പോൾ ഈ രണ്ടിടത്തെയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന ലോകത്തിന് മൊത്തം ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എണ്ണ പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകും. ഇപ്പം യുദ്ധം തീർക്കണം എന്ന് പുടിൻ പറയുമ്പോൾ, തീർത്തില്ലെങ്കിൽ ആ യുദ്ധം കൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് അമേരിക്കയിൽ ഉൾപ്പെടെ ബാധിച്ചു തുടങ്ങുന്നു, ലോകത്ത് ബാധിച്ചു തുടങ്ങുന്നു. ലോകരാജ്യങ്ങൾ യുദ്ധത്തിനകത്ത് അമേരിക്കയെ യുദ്ധം നിർത്തുന്നതിന് സമ്മർദ്ദം ചെല്ലുമ്പോൾ, യുദ്ധം നിർത്തുന്നത് ഈ വഴിക്ക് വെച്ച് നിർത്തുന്നതിനകത്ത് ആ യുദ്ധം കൊണ്ട് പ്രയോജനമില്ലാത്ത രീതിയിലേക്ക് ഇസ്രായേൽ, അപ്പോൾ ഇസ്രായേൽ യുദ്ധം വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഈ പ്രശ്നേ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിനുള്ള പ്രശ്നം. ഇപ്പോൾ അമേരിക്ക പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ ഇതുവഴി ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ കപ്പലുമായിട്ട് പോകുമെന്നാണ് പറയുന്നത്. അപ്പം ഈ കപ്പലോട്ട് പോയാൽ ഞങ്ങൾ അവിടെ വെച്ച് ബോട്ടുകളെയോ അല്ലെങ്കിൽ കപ്പലുകളെയോ ഉപയോഗിച്ചല്ല അവരുടെ ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്നത് ഇറാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കടലിനടിയിൽ പോലും മൈനുകൾ സ്ഥാപിച്ച് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു കാര്യമില്ല. മാത്രമല്ല കടലിനടിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളൊക്കെ ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇറാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ തിരിച്ചാക്രമിക്കും. ഇപ്പം നമ്മൾ എന്താ പറയുക, മുജ്തബ ഖമനി രണ്ടാമത്തെ പരമോന്നത നേതാവ് ചുമതലയേറ്റു നമ്മൾ കേൾക്കുന്നു. പക്ഷേ തൊട്ടടുത്ത ദിവസം കേൾക്കുന്ന അദ്ദേഹത്തിന് വരെ പരിക്കേറ്റു എന്നുള്ളത്. അപ്പോൾ അവിടേക്കും ആക്രമണം നടത്തുന്നു. അപ്പോൾ അമേരിക്ക
ടോമഹോക്ക് മിസൈൽ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നത്. ഇന്ന് ടോമഹോക്ക് മിസൈൽ ഉപയോഗിക്കുന്ന അമേരിക്ക മാത്രമാണ്. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമേരിക്ക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ 6 സൈനികർ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇറാൻ നിലവിൽ അവിടുത്തെ മരുഭൂമിയുണ്ട്, ഈ മരുഭൂമി കുഴിച്ച് അതിനടിയിൽ ഈ മിസൈൽ സിറ്റി നിർമ്മിച്ചു എന്ന് പറയുന്നത്, അതായത് അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയാൽ പർവ്വതനിരകളാണ്, പർവ്വതനിരകൾക്കിടയിൽ ഹോൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെയും മിസൈലുകൾ സ്ഥാപിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള മിസൈലുകൾ, അതായത് ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ ഉണ്ടെന്നും ഏത് നിമിഷവും എടുത്ത് ഉപയോഗിക്കാമെന്ന് ഇവർക്കൊരു ധാരണയുണ്ട്. ആ ധാരണ ഇല്ലാതാക്കണമെങ്കിൽ ഇസ്രായേലും അതുപോലെ അമേരിക്കയും ഇതിൻ്റെ കവാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക. കാരണം ഇത് എവിടെയാണെന്ന് കൃത്യമായിട്ട് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഉപഗ്രഹ ചിത്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാറ്റലൈറ്റ് വിവരങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കവാടങ്ങളെ തകർത്ത് കഴിഞ്ഞാൽ ഇവർക്ക് അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇപ്പുറത്തേക്ക് മാറിയാൽ ഈ സൈപ്രസ് മേഖലയിൽ വലിയൊരു സംഘർഷ സമാനമായ സാധ്യത ഉരുണ്ടുകൂടുന്നുണ്ട്. ഇപ്പോൾ ഗ്രീസ് അവരുടെ 2 യുദ്ധക്കപ്പൽ അങ്ങോട്ടേക്ക് അയച്ചു, ഒരു F-15 വിമാനം അയച്ചു. എന്തിനു വേണ്ടി? അപ്പോൾ സൈപ്രസിലുള്ള ഒരു സൈനിക താവളം ബ്രിട്ടൻ്റെ അധീനതയിലാണ്, ആ സൈനിക താവളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കീർ സ്റ്റാമർ നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ട്രംപിന് അതിനുള്ള അനുമതി കൊടുത്തു. അതായത് അമേരിക്ക ഇപ്പോൾ ഈ പറയുന്ന സൈപ്രസിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അതുകൊണ്ട് ഇറാൻ ചെയ്യുന്നത് അവരുടെ ഡ്രോണുകൾ, ഏതാണ്ട് മിസൈലുകളെല്ലാം തന്നെ ഇപ്പോൾ സൈപ്രസിന് നേർക്കാണ് ആക്രമണം നടത്തുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നിരുന്ന യുദ്ധം പതുക്കെ പതുക്കെ ഗൾഫ് മേഖലയിലേക്ക് പോയി, അതായത് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ ഈ എണ്ണയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാപാര മേഖലയെ ദുർബലപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കം അത് വളരെ കൃത്യമായിട്ട് ട്രംപ് മുൻകൂട്ടി കാണുന്നു. യുദ്ധം 4 ആഴ്ച നീളുമെന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്, ഇപ്പോൾ 2 ആഴ്ചയോളം ആകാറായി. അപ്പം സംഭവത്തിന് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ആക്രമിക്കുന്ന ട്രംപ് പറയുന്നു, തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു. ഇതിനിടയിലിപ്പം പ്രശ്നം ഇസ്ഫഹാക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം റഷ്യയുടെ എംബസിക്ക് നേരെ ആക്രമണമാണ്. അതുകൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റായിട്ടുള്ള പെസഷ്കിനെ ഫോണിൽ വിളിച്ചു, ഞങ്ങളുടെ എംബസിക്ക് നേരെ നടന്ന ആക്രമണം എന്ന് പറയുന്ന യുദ്ധ നിയമത്തിന്റെ ലംഘനമാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ പതുക്കെ ട്രംപ് ഈ റഷ്യ അതിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്നു. മാത്രമല്ല ഇവർക്ക് ഈ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മലനിരകൾക്കടിയിലൊക്കെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി സ്ഥാപിക്കണമെങ്കിൽ അതിനാവശ്യമായി മിസൈൽ എവിടുന്ന്? ഇറാന് ടെക്നോളജി ഇല്ല. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ പോലെ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരത്തെ ഇവർ വിളിച്ച് ശേഖരിച്ചിട്ടുണ്ടാകാം. നേരത്തെ പുറത്തു വന്ന ഒരു വീഡിയോയിൽ ഈ അയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ട ആൾ, അയാൾ ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഇവയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് സന്ദർശിക്കുന്നതിൻ്റെ ഒക്കെ പല ഫോട്ടോകളും പുറത്തു വന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇത്തരമുണ്ട്. ഇനിയിപ്പം ഇറാൻ പറയുന്നത് ഞങ്ങൾ സൈപ്രസിന് നേരെ ആക്രമണം നടത്തും, ഞങ്ങൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുന്നത്, 3000-ഓളം ഡ്രോണുകൾ ഉപയോഗിച്ചു, ഞങ്ങളുടെ കയ്യിൽ ഇത്രത്തോളം ഡ്രോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡ്രോണുകളെ നശിപ്പിക്കാൻ അമേരിക്ക വീണ്ടും ഈ പറയുന്ന താഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കൊതുകിനെ കൊല്ലാൻ വലിയ ചുറ്റിയെടുത്ത് ഉപയോഗിക്കുക. കാരണം ഇവർ 30 ലക്ഷം രൂപയ്ക്കാണ് ഒരു ആയുധം വിടുന്നതെങ്കിൽ ഇതിനെ തീർക്കാൻ 3 കോടി രൂപയുള്ള ആയുധം ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഊർജ്ജ പ്രതിസന്ധി ലോകത്തെമ്പാടും ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാപാര മേഖലയ്ക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കപ്പൽ വിടുമെന്നുള്ള ഉറച്ച നിലപാടിൽ അമേരിക്ക നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഈ ഹോർമൂസ് മേഖലയിൽ ഈ പറയുന്ന കടലിലെ മൈൻ ഉപയോഗിച്ചോ മിസൈൽ ഉപയോഗിച്ചോ ഒരു ആക്രമണം നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഒരുപാട് വലുതായിരിക്കും. ഇപ്പം നിലവിൽ ഈ ഹോർമൂസ് കടലെടുക്കാനുള്ള ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഈ ഹോർമൂസ് കടലെടുക്കൽ അവർ പറയുന്നത് ഞങ്ങളുടെ ബോട്ടും കപ്പലൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്താ, പിന്നെ കടലുകളിൽ മൈൻ നിക്ഷേപിക്കുക. അങ്ങനെയുള്ള 16 മൈനുകൾ നിക്ഷേപിക്കുന്ന ബോട്ടുകൾ ഈ ഭാഗത്തെത്തിയെന്നും അമേരിക്ക അവയ്ക്ക് നേരെ ആക്രമണം നടത്തിയെന്നും അങ്ങനെ ആ ആക്രമണത്തിൽ 16 ഇറാന്റെ ബോട്ടുകൾ തകർന്നു എന്ന് പറഞ്ഞാൽ ആക്രമണം വളരെ കൃത്യമായി കടുപ്പിക്കുന്നു അമേരിക്ക എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവർ ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത് എന്തിനാണ്, ഞങ്ങളുടെ ബോട്ടും കപ്പലും ഒന്നും വന്നിട്ട് വേണ്ട മറ്റുള്ളവരുടെ കപ്പലുകളെ ആക്രമിക്കാൻ, അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ അമേരിക്ക നേരിട്ട് വന്നിട്ട് ഇവരെ മൈൻ വിതയ്ക്കാനുള്ള ബോട്ടുകളെ തകർത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. ഇനി അടുത്ത ഓപ്ഷൻ എന്താ, ഈ പറയുന്ന ഹോർമൂസ് കടലെടുക്ക് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറിയിട്ട് സൂയസ് കനാൽ വഴി പോകാം. അപ്പോൾ സൂയസ് കനാൽ വഴി പോയാലുള്ള പ്രശ്നം യമനിൽ നിന്ന് ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകാം. അപ്പോൾ അവിടേക്ക് അമേരിക്കയുടെ അടുത്ത ഒരു വിമാനവാഹന കപ്പലുണ്ടല്ലോ, അത് അവിടെ കൊണ്ട് നിലയുറപ്പിച്ചിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ അമേരിക്ക രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. ഇറാൻ ഇനി എത്ര കാലം പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും, അതായിരിക്കും യുദ്ധത്തിന്റെ ഭാവി നിശ്ചയിക്കുക, അല്ലേ? അല്ല, ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാം. യുദ്ധത്തിന്റെ ഭാവി നിശ്ചയിക്കാൻ ഇറാൻ പ്രതിരോധിച്ചിരിക്കാൻ എത്ര നാൾ കഴിയും എന്ന് ചോദിച്ചാൽ ഇറാൻ തീരുന്നിടം വരെ പ്രതിരോധിക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം ഈ യുദ്ധത്തിന്റെ ഉദ്ദേശം ഇസ്രായേലിന്റെ റെജീം ചേഞ്ച്, ഇറാനകത്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ ഭരണ സംവിധാനം അതിനൊരിക്കലും അനുവദിക്കുന്നില്ല. ഒന്നെങ്കിൽ ഞങ്ങൾ ഭരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് തീരണം എന്നുള്ള മാനസികാവസ്ഥയിൽ അവർ പോകുന്നത്. കാരണം അവരുടെ ഒരു സങ്കല്പം ഈ രക്തസാക്ഷി പരിവേഷമാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഇതിനു വേണ്ടി രക്തസാക്ഷിത്വം വരുത്താൻ ഇതിനെക്കാട്ടി വലിയൊരു ലോകം ഉണ്ടല്ലോ വേൾഡ്. അപ്പം യുദ്ധം ഉടനെ തീരുമെന്ന്
നമ്മുടെ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അല്ല, അമേരിക്ക കൃത്യമായിട്ട് പറയുന്നത് ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ പിന്മാറില്ല. വളരെ കൃത്യമല്ലേ? എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് വാർത്ത പറയുന്നുണ്ട് നെതന്യാഹു കൊല്ലപ്പെട്ടു, നെതന്യാഹുവിനെ കാണാനില്ല. അപ്പൊ വാർത്തകൾ ചമയ്ക്കുന്നതോ സൃഷ്ടിക്കപ്പെടുന്നതായിരിക്കാം. പക്ഷേ അമേരിക്കയുടെ ഇസ്രായേലിലെയും പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ഇറാന്റെ സൈനിക ശക്തി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക. ഇപ്പോഴത്തെ അവസാനത്തെ ശ്രമം എന്താ? ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വ്യോമശക്തിയെ, അമേരിക്കൻ വ്യോമാക്രമണത്തെ ഒന്നും ഇറാന് പ്രതിരോധിച്ച് നിൽക്കാൻ തൽക്കാലം കഴിയില്ല. കഴിയത്തേ ഇല്ല. പക്ഷെ അത് എത്ര നാൾ ഈ അടി മാത്രമല്ല, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞില്ലേ, യുദ്ധം നീളുമെന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയെ അങ്ങ് ജയിപ്പിച്ചു വിട്ടാൽ, ഇസ്രായേലിനെ അങ്ങ് ജയിപ്പിച്ചു വിട്ടാൽ ഈ ഹോർമൂസ് കടലിടുക്കിന്റെ അധികാരം പൂർണ്ണമായിട്ടും അമേരിക്കയുടെ കയ്യിൽ വരുമോ എന്നുള്ളൊരു ആശങ്ക ഉള്ളത് കൊണ്ട് ആ യുദ്ധം അവിടെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പൊ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വന്നാലും ഊർജ്ജ പ്രശ്നത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും വരുത്തുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.